ഒന്നാം അധ്യായത്തിൽ സൂചിപ്പിച്ചതും കാരണവർ പഞ്ചുമേനോനും മാധവനും തമ്മിൽ ഉണ്ടായതുമായ കലഹം പഞ്ചുമേനോനെ കോപാന്ധനാക്കി തീർത്തു. പഞ്ചുമേനോൻ ജാത്യ പരമകോപിയാണ്. പഴയ സമ്പ്രദായക്കാരനാണെന്ന് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ചമ്പാഴിയോട്ട് പൂവള്ളി എന്ന ധനപുഷ്ടിയുള്ള തറവാട്ടിലെ കാരണവരാകുന്നു. ഇയാളുടെ തറവാട്ടിൽ മുമ്പുണ്ടായിരുന്ന 2 കാരണവന്മാർ ദിവാൻ ഉദ്യോഗം ഭരിച്ചവരായിരുന്നു. ചമ്പാഴിയോട്ട് പൂവള്ളി തറവാട് അതിലും പുരാതനമായിട്ടു തന്നെ വളരെ കോപ്പുള്ള തറവാടായിരുന്നു. കാലക്രമേണ അതിലുണ്ടായി വന്ന ഓരോ മഹാപുരുഷന്മാർ ധനം വളരെ വളരെ ശേഖരിക്കപ്പെട്ടിരുന്നതും വളരെ പ്രസിദ്ധമായുള്ളതുമായ ഒരു ഭവനമായിരുന്നു. എന്നാൽ ഇടയിൽ കുറെ നാശങ്ങളും നേരിട്ടു. സ്വത്തുക്കൾക്ക് കുറെ ക്ഷയവും വന്നുപോയിട്ടുണ്ട്. ഞാൻ പറയുന്ന ഈ കഥ നടന്ന കാലത്ത് കൊല്ലത്തിൽ ഈ തറവാട്ടിലേക്ക് 28,000 പറ നെല്ലു വരുന്ന ജന്മവസ്തുക്കളും 15,000 ഉറുപ്പികയോളം കൊല്ലത്തിൽ പാട്ടം പിരിയുന്ന തോട്ടങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ചെലവുകളെല്ലാം കഴിച്ച് കൊല്ലം ഒരു 5,000-ഓളം ഉറുപ്പിക കെട്ടിവയ്ക്കാം. ചെലവുകൾ ലുബ്ധിച്ചിട്ടാണെന്ന് പറഞ്ഞുകൂടാ. മുമ്പുള്ള കാരണവന്മാർ വലിയ യോഗ്യരായിരുന്നതിനാൽ അവർ വച്ച ചട്ടപ്രകാരം നല്ല ചെലവുണ്ടായിരുന്നു. നിയമം 2 നേരവും ഇരിപ്പുകാരടക്കം സുഖമായി ശാപ്പാട് കൊടുക്കുന്ന 2 ബ്രാഹ്മണ സത്രങ്ങൾ, പല അടിയന്തിരങ്ങളും നിയമിച്ചിട്ടുള്ളതുമായ ഒരു ഭഗവതി ക്ഷേത്രം മുതലായതുകളിലുള്ള ചെലവും നിയമം തറവാട്ടിൽ ശാപ്പാടിനും ഉടുപ്പുട തേച്ചുകുളി ഭൃത്യവർഗങ്ങളുടെ ചെലവ് ഇതുകളും എല്ലാം മുമ്പ് നിയമിക്കപ്പെട്ടിട്ടുള്ളതും വളരെ ധാരാളമായിട്ടാണ്. അതുകൊണ്ട് ജാത്യാലുബ്ധനെങ്കിലും പഞ്ചുമേനോന് ഈ വക ചെലവുകൾ കൂടാതെ കഴിപ്പാൻ നിവൃത്തിയില്ലാതെയിരുന്നു. ഇതെല്ലാം കഴിച്ചു കിട്ടുന്ന നേട്ടമാണ് 5,000. അതിലൊരു കാശ് പോലും ചെലവിടുന്നത് പഞ്ചുമേനോന് പരമസങ്കടമാണ്. എന്നാൽ തൻ്റെ മകളായ, അതായത് ഇന്ദുലേഖയുടെ അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കും അവളുടെ അമ്മയും തൻ്റെ ഭാര്യയുമായ കുഞ്ഞുകുട്ടി അമ്മയ്ക്കും കൂടി ഒരു 35,000 ഉറുപ്പികയുടെ സ്വത്തുക്കൾ ഇയാൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ദുലേഖയും അവളുടെ അമ്മയും തൻ്റെ ഭാര്യ കുഞ്ഞുകുട്ടി അമ്മയും മദിരാശിയിലല്ലാത്ത കാലത്ത് മകൻ ഗോവിന്ദൻ കുട്ടി മേനോനും പഞ്ചുമേനോനോടുകൂടി പൂവരങ്ങ് എന്നു പേരുള്ള 2-3 വലിയ മാളികകളായ ഭവനത്തിൽ കുളം, കുളിപ്പുര, ക്ഷേത്രം, സത്രശാല മുതലായതുകളുടെ സമീപം വേറെയാണ് താമസം. പൂവള്ളി എന്ന വലിയ തറവാട്ട് വീട് പൂവരങ്ങിൽ നിന്ന് ഒരു 200-300 വര ദൂരെയാണ്. എന്നാൽ ഈ 2 വീടുകൾക്കും മതിൽ ഒന്നു തന്നെയാണ്. പഞ്ചുമേനോവിന് ഈ കഥ തുടങ്ങുന്ന കാലത്ത് 70 വയസ്സ് പ്രായമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവൻ ദിവാൻ പണിയിലിരുന്ന കാലം ഇദ്ദേഹത്തിന് ഒരു തഹസിൽദാരുടെ പണി ഉണ്ടായിരുന്നു പോൽ. അതെല്ലാം വിട്ടിട്ട് ഇപ്പോഴേക്ക് 30 കൊല്ലങ്ങളായി. ആൾ നന്നെ വെളുത്ത് മുണ്ടനായി കുറെ തടിച്ചിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യവർണ്ണനയ്ക്ക് തലയിൽ കഷണ്ടി, വായിൽ മീതെ വരിയിൽ 3, ചുവട്ടിലെ വരിയിൽ 5 പല്ലുകൾ ഇല്ല. കണ്ണ് ചോരക്കട്ട പോലെ. മുണ്ടിൻ്റെ മീതെ കട്ടിയായ ഒരു പൊന്നിൻ നൂലും, കഴുത്തിൽ ഒരു സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലയും, തലയിൽ ഒരു ചകലാസ് തോപ്പിയും, കയ്യിൽ വെള്ളി കെട്ടിയ വണ്ണമുള്ള ഒരു വടിയും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ മതിയാവുന്നതാണ്. മുമ്പ് ഉദ്യോഗം ചെയ്തിരുന്നുവെങ്കിലും ഇംഗ്ലീഷ് പരിജ്ഞാനം ലേശമില്ല. ഉള്ളിൽ ശുദ്ധതയും ദയയും ഉണ്ടെങ്കിലും ജന്മന തന്നെ അതികോപിഷ്ഠനാണ്. എന്നാൽ ഈ കാലം വയസ്സായതിനാലും രോഗം നിമിത്തവും എല്ലായ്പ്പോഴും ക്രോധരസം തന്നെയാണ് സ്ഥായിയായ രസം. ഇന്ദുലേഖയോട് മാത്രം താൻ കോപിക്കാറില്ല. ഇത് പക്ഷേ അവളുടെ ഗുണശക്തിയാലോ തൻ്റെ മൂത്ത മകൻ മരിച്ചുപോയ കൊച്ചു കൃഷ്ണമേനോൻ പേഷ്കാരിലുള്ള അതിവാത്സല്യത്താലോ ആയിരിക്കാം. താൻ കോപിഷ്ഠനാണെന്ന് ഉള്ള അറിവ് തനിക്കു തന്നെ നല്ലവണ്ണം ഉണ്ടാകയാൽ വല്ലപ്പോഴും
കോപം വന്നു പോയാലോ എന്ന് ശങ്കിച്ച് ഇന്ദുലേഖയുടെ മാളികയിലേക്ക് താൻ അധികം പോവാറേയില്ല. എന്നാൽ ഇദ്ദേഹം 2-3 പ്രാവശ്യം ഇന്ദുലേഖയെ പറ്റി അന്വേഷിക്കാതെ ഒരു ദിവസവും കഴിയാറില്ല. ഇന്ദുലേഖ ഒഴികെ പൂവരങ്ങിലും പൂവള്ളിയിലും ഉള്ള യാതൊരു മനുഷ്യനും ഇദ്ദേഹത്തിൻ്റെ ശകാരം കേൾക്കാതെ ഒരു ദിവസമെങ്കിലും കഴിച്ചു കൂട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. മാധവനുമായി ഷണ്ഡ ഉണ്ടായത് തറവാട്ടു വീട്ടിൽ വച്ചു രാവിലെ 6 മണിക്കാണ്. അത് കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി വലിയ കോപത്തോടെ താൻ പാർക്കുന്ന പൂവരങ്ങിൽ വന്നു. പൂമുഖത്ത് കയറിയപ്പോൾ മകൾ ലക്ഷ്മിക്കുട്ടി അമ്മയെയാണ് ഒന്നാമത് കണ്ടത്. പഞ്ചുമേനോൻ: ആ കുരുത്തം കെട്ട ചണ്ടാളൻ, ആ മഹാഭാവി എന്നെ അപമാനിച്ചത് നീ അറിഞ്ഞില്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: ആരെ? പഞ്ചുമേനോൻ: മാധവൻ. ലക്ഷ്മിക്കുട്ടിയമ്മ: എന്താണ് മാധവനോ? പഞ്ചുമേനോൻ: അതെ, മാധവൻ തന്നെ. പിന്നെ മാധവൻ പറഞ്ഞ വാക്കുകളെല്ലാം കുറെ അധികരിപ്പിച്ച് ലക്ഷ്മിക്കുട്ടിയമ്മയെ പറഞ്ഞു ധരിപ്പിച്ചു. അപ്പോഴേക്കും കേശവൻ നമ്പൂതിരിയും അകത്തുനിന്ന് പുറത്തേക്ക് വന്ന് ഇതെല്ലാം കേട്ടു. പഞ്ചുമേനോൻ കേശവൻ നമ്പൂതിരിയോട്: ഈ പാപിക്ക് ഇന്ദുലേഖയെ ഞാൻ കൊടുക്കുകയില്ല. എന്താണ് ലക്ഷ്മിക്കുട്ടി ഒന്നും പറയാത്തത്? ലക്ഷ്മിക്കുട്ടിയമ്മ: ഞാൻ എന്താണ് പറയേണ്ടത്? പഞ്ചുമേനോൻ: മാധവനോടുള്ള രസം വിടുന്നില്ല. അവൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അല്ലേ? എന്താണ് നീ മിണ്ടാതെ നിൽക്കുന്നത്? അസത്തുക്കൾ, സകലം അസത്തുക്കളാണ്. കഴുത്തു വെട്ടണം. ലക്ഷ്മിക്കുട്ടിയമ്മ: മാധവനോട് എനിക്കെന്താണ് രസം? എനിക്ക് ഇതിലൊന്നും പറയാനില്ല. പഞ്ചുമേനോൻ: എന്നാൽ ഞാൻ പറയാം. എൻ്റെ ശ്രീപോർക്കലി ഭഗവതിയാണേ, ഞാൻ ഇന്ദുലേഖയെ മാധവന് കൊടുക്കുകയില്ല. ഈ ശപഥം കഴിഞ്ഞ നിമിഷം തന്നെ ഈ വൃദ്ധന് വ്യസനവും തുടങ്ങി. ഇന്ദുലേഖയുടെ ധൈര്യവും മിടുക്കും ഉറപ്പും പഞ്ചുമേനോന് നല്ല നിശ്ചയമുണ്ട്. മാധവനും ഇന്ദുലേഖയുമായുള്ള സ്നേഹത്തെക്കുറിച്ചും ഇയാൾക്ക് നല്ല അറിവുണ്ട്. ഇങ്ങനെയിരിക്കുമ്പോൾ ഈ ശപഥം എത്ര കണ്ട് സാരമാകും? സാരമായില്ലെങ്കിൽ തനിക്ക് എത്ര കുറവാണ് എന്നും മറ്റും വിചാരിച്ചുകൊണ്ട് പഞ്ചുമേനോൻ പൂമുഖത്തു പടിയിൽ തന്നെ ഒരു 2 നാഴിക നേരം ഇരുന്നു. പിന്നെ ഒരു വിദ്യ തോന്നി. കേശവൻ നമ്പൂതിരിയെ വിളിക്കാൻ പറഞ്ഞു. നമ്പൂതിരി വന്നു പടിയിലിരുന്ന ഉടനെ പഞ്ചുമേനോൻ നമ്പൂതിരിക്ക് അടുത്തിരുന്നു സ്വകാര്യമായി പറയുന്നു. പഞ്ചുമേനോൻ: ഇന്നാൾ തിരുമനസ്സിന് മൂർക്കില്ലാത്ത നമ്പൂതിരിപ്പാട്ടിലെ കഥ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ഇന്ദുലേഖയെ കുറിച്ച് കേട്ടറിവുണ്ടെന്നും സംബന്ധമായാൽ കൊള്ളാമെന്നും മറ്റും പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം ആൾ കണ്ടാൽ നല്ല സുന്ദരനോ? കേശവൻ നമ്പൂതിരി: അതിസുന്ദരനാണ്. 10 മാറ്റുള്ള തങ്കത്തിന്റെ നിറമാണ്. ഇന്ദുലേഖയുടെ നിറത്തിനേക്കാൾ ഒരു മാറ്റു കൂടും. ഇങ്ങനെ ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ധനപുഷ്ടിയോ പറയേണ്ടതില്ലല്ലോ. പഞ്ചുമേനോൻ: അദ്ദേഹത്തെ കണ്ടു പരിചയമായാൽ ഇന്ദുലേഖയ്ക്ക് ബോധ്യമാവുമോ? കേശവൻ നമ്പൂതിരി: പൂണുൾ കൈകൊണ്ട് പിടിച്ചിട്ട് ഞാൻ സത്യം ചെയ്യാം, കാണുന്ന നിമിഷത്തിൽ ബോധ്യമാവും. ശിവ ശിവ, എന്തൊരു കഥയാണ്! അദ്ദേഹത്തിനെ കണ്ടാലല്ലേ ആ അവസ്ഥ അറിയാൻ പാടുള്ളൂ. പഞ്ചുമേനോൻ: അദ്ദേഹത്തിനെ ഒന്ന് വരുത്താൻ കഴിയുമോ? കേശവൻ നമ്പൂതിരി: വരുത്താം. പഞ്ചുമേനോൻ: അദ്ദേഹം വന്നാൽ ഇന്ദുലേഖയ്ക്ക് മാധവനിലുള്ള ഭ്രമം വിട്ടുപോകുമോ? കേശവൻ നമ്പൂതിരി പിന്നെയും പൂണൂൽ പിടിച്ചിട്ട്: ഈ ബ്രാഹ്മണനാണെ വിട്ടുപോകും, എനിക്ക് സംശയം ലേശമില്ല. പഞ്ചുമേനോൻ സന്തോഷിച്ചു ചിരിച്ചു. പഞ്ചുമേനോൻ: എന്നാൽ ഒരു എഴുത്തയക്കുക, അദ്ദേഹം വരട്ടെ. വിഡിതമൊന്നും എഴുതരുതേ. ഇന്ദുലേഖയെ നല്ല നിശ്ചയമുണ്ടല്ലോ. നമ്മൾ പിന്നെ വഷളാവരുതേ. ഇവിടെ വന്നു 2-4 ദിവസം താമസിക്കാൻ തക്കവണ്ണം മാത്രം എഴുതിയാൽ മതി. കേശവൻ നമ്പൂതിരി: ഇത് തോന്നിയത് ഭഗവത് കൃപ. ഇന്ദുലേഖയുടെ അസാധ്യ ഭാഗ്യം, അവളുടെ തറവാട്ടിൻ്റെ സുഹൃതം, ഇവിടുത്തെ ഭാഗ്യം, എൻ്റെ നല്ല കാലം. ഇപ്പോൾ തന്നെ എഴുതിക്കളയാം. പഞ്ചുമേനോൻ: എഴുത്തിൽ വാചകം സൂക്ഷിച്ചേക്കണേ. ഇന്ദുലേഖ ഇംഗ്ലീഷും മറ്റും പഠിച്ച അതിശാഠ്യക്കാരത്തിയാണേ. അവളോടൊന്നും ആരും പറഞ്ഞാൽ ഫലിക്കില്ല. നമ്പൂതിരിപ്പാട്ടിലെ സൗന്ദര്യം കൊണ്ടും സാമർഥ്യം കൊണ്ടും പാട്ടിൽ വരുത്തണം.
അതാണ് വേണ്ടത്. കേശവൻ നമ്പൂതിരി: നമ്പൂതിരി ഇവിടെ വന്നിട്ട് 2 നാഴിക ഇന്ദുലേഖയുമായി സംസാരിച്ചാൽ ഇന്ദുലേഖ നമ്പൂതിരിയുടെ ഭാര്യയായിട്ടില്ലെങ്കിൽ അന്ന് സൂര്യോദയം തെക്കുനിന്ന് വടക്കോട്ടാണ്. പഞ്ചമേനോൻ: ഇത്ര ഉറപ്പുണ്ടോ? ഇത്ര യോഗ്യനോ നമ്പൂതിരിപ്പാട്? കേശവൻ നമ്പൂതിരി: ഹേയ്, അതൊന്നും എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ വേഗം എഴുതി കളയാം. പഞ്ചമേനോൻ: എന്നാൽ അങ്ങനെ തന്നെ.